Hi friends, Assalamualaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കുക്ക് ചെയ്തിരിക്കുന്നത് ചിക്കൻ മനാക്കിഷ് ആണ്. നല്ല അറബിക് പിസ്സ എന്നൊക്കെ അറിയപ്പെടുന്ന ചിക്കൻ മനാക്കിഷിന്റെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടേം ആണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് മാവ് റെഡിയാക്കണം. അതിന് വേണ്ടി ആദ്യം ഈസ്റ്റ് ആക്റ്റീവ് ചെയ്യാൻ വെക്കണം. അതിനോട്ടേക്ക് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഷുഗറും അതുപോലെ തന്നെ ഒരു സ്പൂണ് ഈസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ഇളം ചൂടുവെള്ളം, ശ്രദ്ധിക്കണം ഇളം ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ. ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ ഈസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 കപ്പ് മൈദയാണ്. മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മൈദയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ആക്റ്റീവായിട്ടുള്ള ഈസ്റ്റ് കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി മാവ് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ബാക്കിയുള്ള വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒരു ഇളം ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യാം. അപ്പം മാവ് ഇവിടെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തടവിയതിന് ശേഷം ഒരു 1.5-2 മണിക്കൂർ നമ്മൾ മൂടി വെച്ച് പൊങ്ങാൻ വേണ്ടി വെക്കുക. നെക്സ്റ്റ് ചിക്കൻ മിക്സ്ചർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലെൻഡറിലോട്ടേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് ജീരകപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു കൈ നിറയെ മിന്റ് ലീവ്സ് ഇതോടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഈ പേസ്റ്റിലോട്ട് ഞാനൊരു 2 കപ്പിനകത്ത് ചിക്കൻ മിൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചിക്കൻ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പേസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിന് ശേഷമുള്ളതാണ് ഇത്. അപ്പോൾ ഇത് ഒന്നുകൂടെ നല്ലോണം 1-2 മിനിറ്റ് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 5 ബോളായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇനി കൗണ്ടർ ടോപ്പിലോട്ടേക്ക് മൈദ തൂവിയതിനു ശേഷം നമുക്കൊരു ബോൾ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ല തിന്നായിട്ട് സർക്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കുക. നമ്മൾ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തത് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് ഈ ബേക്കിംഗ് ട്രേൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ കൈ വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്നുകൂടെ തിന്നായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെയും നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തത് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ചിക്കൻ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈവൻലി എല്ലാ സ്ഥലത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്തിട്ടെടുക്കുക ചിക്കൻ മിക്സ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഒരു 15-20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മനാക്കിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള ഒരു ടേമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. കൂടാതെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കൂടെയുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.